തത്സമയ വാർത്തകളിലേക്ക്. അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. നാളെ രാവിലെയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, DNA പരിശോധനാ ഫലം വന്നു. അത് അർജുൻ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി അർജുന്റെ മടക്കയാത്ര മാത്രമാണ്. അത്യന്തം ദുഃഖകരമായിട്ടുള്ള ആ യാത്ര, അർജുൻ കണ്ണാടിക്കൽ എത്തുന്നത് വരെയുള്ള ആ യാത്ര, മൃതദേഹം കുടുംബത്തിന് കൈമാറിയ ആ നിമിഷം അത്യന്തം വികാര നിർഭരമായിരിക്കും. സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയോടുകൂടിയായിരിക്കും ആ കുടുംബാംഗങ്ങൾ അത് ഏറ്റുവാങ്ങിയിരിക്കുക എന്നുള്ളത് ഒരു തർക്കവുമില്ല. ആരെല്ലാമാണ് അർജുന്റെ ഭൗതികാവശിഷ്ടം ഏറ്റുവാങ്ങിയത്? KV ബൈജു. തീർച്ചയായും അപർണ, അർജുൻ അവസാന യാത്ര ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു. കാർവാർ ആശുപത്രി മോർച്ചറിയിൽ നിന്നും മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി മടക്കയാത്രയാണ്. ഇനി അല്പസമയം തന്നെ ഈ ഗംഗാവലി പുഴയുടെ തീരത്തോടുകൂടി ഈ വാഹനം എത്തും. ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ എത്തുമ്പോൾ കാർവാറിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. ഇനി അടുത്തത് ശിരൂറാണ്. പിന്നീട് ആ ഗംഗാവലിപ്പുഴ കടക്കേണ്ടി വരും. ഏതായാലും കാർവാർ MLA സതീഷ് സൈലും AKM അഷ്റഫും MLAയും മുഴുനീളെ ഈ ആംബുലൻസിനൊപ്പം ഉണ്ടാകും. അവരുടെ വാഹനവും തൊട്ട് മുന്നിലായി ഉണ്ട്. എന്നാലും വികാര നിർഭരമായ ഒരു രംഗം തന്നെയായിരുന്നു. ജിതിനും അതുപോലെ തന്നെ അഭിജിത്തുമാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഈ ഫ്രീസറിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിലെ ഫ്രീസറിലേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു. ഇനിയിപ്പോൾ ആ മടക്ക യാത്രയാണ് അർജുന്റെ. ഏതായാലും അവസാന യാത്രക്ക് എല്ലാവിധ ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. എന്തായാലും അർജുനും ജിതിനും അത് ആംബുലൻസിലേക്ക് കയറുകയാണ്. അവർ ആ ആംബുലൻസിന്റെ മുൻ സീറ്റിലുണ്ടാകും. അർജുനൊപ്പം തന്നെ അവർ യാത്ര ഉണ്ടാകും. കണ്ണാടിക്കൽ വരെ ഉണ്ടാകും. ഇപ്പോൾ ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു. എന്തായാലും മടക്ക യാത്ര ആരംഭിച്ചിരിക്കുന്നു. അപർണ, തീർച്ചയായിട്ടും ശിരൂരിൽ നിന്നുള്ള അത്യന്തം വികാര നിർഭരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 70ലേറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള തെരച്ചിലിനു ശേഷം അർജുൻ ജീവനില്ലാതെ തിരികെ നാട്ടിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ച കൂടിയാണ്. ബൈജു, ആരെല്ലാം വാഹനത്തെ അനുഗമിക്കുന്നുണ്ടാകും അങ്ങോട്ട്? നേരത്തെ ഈ തെരച്ചിലിനെല്ലാം പങ്കെടുത്ത ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കമുള്ളവരും എല്ലാം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ശിരൂരിൽ ഇപ്പോൾ നാളെ മൃതദേഹം വീട്ടിലെത്തുന്ന സമയം വരെ ഈ വണ്ടിയെ അനുഗമിക്കുന്നവരിൽ ആരെങ്കിലും ഒക്കെ അനുഗമിക്കുന്നുണ്ടോ? നമുക്ക് അതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ ഇപ്പോൾ? അപർണ, സതീഷ് സൈൽ MLAയും AKM അഷ്റഫ് MLAയുമാണ് അനുഗമിക്കുന്നത് പ്രധാനമായും. അതിനൊപ്പം പോലീസിന്റെ അകമ്പടി, കർണാടക പോലീസിന്റെ അകമ്പടി ഉണ്ടാകും. ഇപ്പോൾ ഈ ജിതിനും അതുപോലെ തന്നെ അഭിജിത്തും ഇപ്പോൾ AKM അഷ്റഫ് MLA അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് മാറ്റി കയറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം ചേർത്തിരിക്കുന്നു. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഈ ദൌത്യത്തെ ഏകോപിപ്പിക്കാനായി AKM അഷ്റഫ് MLA ഉണ്ടായിരുന്നു. ഈ ആംബുലൻസിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിലേക്ക് ഇപ്പോൾ ഇവർ രണ്ടുപേരെയും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. ഏതായാലും യാത്ര ഇവിടെ നിന്നും തുടർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൃത്യം സമയം പാലിച്ച് 6 മണിക്ക് തന്നെ ഈ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാർവാർ MLA ഇതിനൊപ്പം തന്നെ വരുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കുടുംബത്തിന് സർക്കാർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ തുക അമ്മയ്ക്ക് വീട്ടിലെത്തി കൈമാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ദൌത്യമായിരുന്നെങ്കിലും ഇത്തരത്തിൽ അർജുനെയും വാഹനത്തെയും കണ്ടെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാലും ഈ ദൌത്യത്തിന് സമാനതകളില്ലാത്ത ഈ ദൌത്യത്തിന് മുൻപന്തിയിൽ നിന്ന ഒരു ആളാണ് അദ്ദേഹം. ഏതായാലും AKM അഷ്റഫ് രണ്ടുപേരെയും, അഭിജിത്തിനെയും അതുപോലെ തന്നെ ജിജിനെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവരെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ആംബുലൻസിൽ അർജുൻ മാത്രമാണ് ഉള്ളത്. അർജുനെയും കൊണ്ടുള്ള വാഹനം കാർവാർ ആശുപത്രിയിൽ നിന്നും, ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. എന്തായാലും ഇവർ മുഴുനീളെ ഉണ്ടാകും. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് വാഹനം അകമ്പടിയായുമുണ്ട്. മുൻവശത്ത് ആദ്യം കാണുന്നത് പോലീസ് വാഹനമാണ്. ഏതായാലും ഈ വാഹനത്തിന് വഴിയൊരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഗതാഗത പ്രശ്നമുണ്ട്. ഏതായാലും സുഗമമായി ഇത് കണ്ണാടിക്കലിലെ വീട്ടിലെത്താനുള്ള എല്ലാ വഴിയൊരുക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. അത്തരത്തിൽ കേരള പോലീസിന്റെ ഇടപെടലും തലപ്പാടി മുതൽ കോഴിക്കോട് വീട്ടിൽ വരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് വികാരഗർഭരമായ ആ യാത്രയപ്പ് ഇപ്പോൾ ഇവിടുന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. ആംബുലൻസിലൂടെ അർജുനെ കൊണ്ടുള്ള മൃതദേഹം ഇപ്പോൾ
കണ്ണാടിക്കലിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അപർണ, ബൈജു, ഈ അർജുനെ കാണാതായി ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദങ്ങൾ കർണാടക സർക്കാരിനെയും പോലീസിനെയും എല്ലാം ഒരുപക്ഷെ പ്രതിക്കൂട്ടിൽ നിർത്തി ഉയർന്ന ആരോപണങ്ങൾ, അതിനെല്ലാം ശേഷം കർണാടക സർക്കാർ ഇതിലെടുത്ത ഇനിഷ്യേറ്റീവ് എല്ലാം കൂടുതൽ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു. അർജുന്റെ കുടുംബത്തിന് പോലും പരിപൂർണ തൃപ്തിയുള്ള തരത്തിലേക്ക് തെരച്ചിൽ മാറുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായി. ഇപ്പോഴും മൃതദേഹം കണ്ണാടിക്കലെ വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള ആ സജ്ജീകരണങ്ങൾ, ആംബുലൻസ് അടക്കമുള്ളവ, മൊബൈൽ ഫ്രീസർ അടക്കമുള്ളവ, ആംബുലൻസിനെ അനുഗമിക്കുന്ന ജനപ്രതിനിധികളടക്കം, അങ്ങനെ കർണാടക സർക്കാർ ഏത് തരത്തിൽ കൂടിയാണ് ഇടപെടുന്നത്? അർജുന്റെ അവസാന മണിക്കൂറുകളിൽ ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്ന ആ മണിക്കൂറുകൾ കൂടി ആ തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് കർണാടക സർക്കാർ കടക്കുന്നുണ്ട്. അങ്ങനെ കൂടി വേണ്ടേ വിലയിരുത്താൻ? തീർച്ചയായും അപർണ, അത് കർണാടക സർക്കാരിനെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ ദൗത്യം 3ാം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ അർജുനെ ലോറിയും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ദുഷ്കരമായ ഒരു ദൗത്യം. ഒപ്പം ഏറ്റവും അവസാനത്തെ ഘട്ടം, ഒരുപക്ഷെ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ തീരുമാനമെടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ലോറി കണ്ടെത്തുന്നതും അതുപോലെ തന്നെ അർജുനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വാഹനം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും കാർവാറിൽ നിന്നുള്ള യാത്ര പുറപ്പെട്ടിരിക്കുന്നു. എന്തായാലും വളരെ വികാര നിർഭരമായ രംഗങ്ങൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കാർവാർ എംഎൽഎയും AK അഷ്റഫ് എംഎൽഎയും ഉൾപ്പെടെയുള്ളവർ ഈ വാഹന ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. ഏതായാലും ഏതെങ്കിലും തരത്തിൽ വാഹന ഗതാഗതം ഉണ്ടാകാതെ തരത്തിൽ ഇവിടെ കർണാടകയിൽ മുഴുവൻ ഒക്കെ സജ്ജീകരണങ്ങളുണ്ട്. അതോടൊപ്പം കേരളത്തിലും അത്തരത്തിൽ സജ്ജീകരണം ഉണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ വാഹനത്തെ കാണാൻ വേണ്ടി വഴിയരികിലൊക്കെ നിൽക്കുന്നുണ്ടാകും എന്നൊരു വിവരമുണ്ട്. തലപ്പാടി അതിർത്തിയിൽ പ്രത്യേകിച്ച് ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘം അവിടെ ഇത്തരത്തിലൊരു യാത്രയപ്പ് നൽകാൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളും അർജുന്റെ വാഹനത്തെ അനുഗമിക്കുകയാണ്. അർജുന്റെ വാഹനത്തിന് തൊട്ട് പിറകിൽ നമ്മുടെ ന്യൂസ് സംഘവും മുഴുനീളെ ഉണ്ടാകും. കണ്ണാടിക്കലിലെ വീട് വരെ നമ്മൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഓരോ സ്ഥലങ്ങളും, ഈ ആംബുലൻസ് എത്തുന്ന സ്ഥലങ്ങൾ കൃത്യമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കാരണം അത്രത്തോളം ആളുകൾ ഗ്രഹിച്ചു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഒരു വേള തിരിച്ചു കിട്ടില്ല എന്നൊക്കെ കരുതിയെടുക്കുന്നതാണ് ഇപ്പോൾ ഈ ഊർജം. ഈ ഇത്തരത്തിൽ അർജുനെ തിരിച്ചുവിട്ടുന്നു, അർജുനെ ലോറി തിരിച്ചുവിട്ടുന്നു. ഏതായാലും ആ യാത്ര ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു. അവസാന യാത്ര ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു. നമുക്ക് തൊട്ടുപിറകിലായി AK അഷ്റഫ് MLA വാഹനമാണുള്ളത്. അതിൽ ജിതിനും അഭിജിത്തും ആ വാഹനത്തിൽ ഉണ്ട്. നേരത്തെ ആംബുലൻസിലായിരുന്നു കയറിയെങ്കിൽ MLA അദ്ദേഹത്തെ ചേർത്ത് പിടിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റിയായിരുന്നു. കർണാടക പോലീസ് അകമ്പടി വാഹനമുണ്ട്. സതീഷ് MLA മുഴുനീളെയുണ്ട്. വീട്ടിൽ അമ്മയെ ചെന്ന് കാണും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക സർക്കാർ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ധനസഹായം അത് അമ്മയ്ക്ക് കൈമാറുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ആ സംഘങ്ങളെല്ലാം അവരെല്ലാം ഉണ്ട്. ഏതായാലും വികാര നിർഭരമായ ഒരു യാത്ര തന്നെയാണ് കണ്ണീർ യാത്ര എന്ന് പറയേണ്ടി വരും. ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ കാർവാർ പിന്നിട്ട് അങ്കോള ടൗണും പിന്നിട്ട് ശിരൂർ ആ ഗംഗാവലിപ്പുഴയുടെ സമീപം ആ കരയിലൂടെ ആയിരിക്കും ഈ വാഹനം യാത്ര ചെയ്യുക. അവിടെ ആ അർജുന്റെ പ്രിയപ്പെട്ട ലോറി ഉണ്ട് ആ കരയിൽ. ആ ലോറിയൊക്കെ താണ്ടി അത് വീണ്ടും താണ്ടിയായിരിക്കും ഈ യാത്ര. എന്തായാലും ആ യാത്ര ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു. അപർണ, KV ബൈജു പറഞ്ഞതുപോലെ തന്നെ കർണാടക സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ അതിനൊപ്പം തന്നെ അതിൽ എത്രയോ മുകളിലായിട്ട് കേരള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ച് പറയണം. ഇപ്പോഴും ആ ആംബുലൻസിന്റെ ചെലവ് വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഒപ്പം ഇങ്ങനെ ഒരു കടുത്ത ഒരു നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം ആ തെരച്ചിൽ കൃത്യമായി നടന്നു എന്ന് പോലും സംസ്ഥാന സർക്കാരിന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അർജുന്റെ ഭൗതികാവശിഷ്ടം കണ്ടെത്തി ആ സംസ്കാര ചടങ്ങുകളായിട്ട് കൊണ്ടുവരുമ്പോൾ അത് ഒരു സംസ്ഥാനത്തിലെ ഭരണകൂടവും സംവിധാനങ്ങളും പ്രകടമാക്കിയ നിശ്ചയദാർഢ്യമുണ്ട് ഒരു തെരച്ചിൽ അവസാനിപ്പിക്കാതെ തുടരാൻ. അതുകൂടി ഈ സമയത്ത് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുക? തീർച്ചയായും ദൗത്യം 2ാം ഘട്ട ദൗത്യം അവസാനിപ്പിച്ചപ്പോൾ ഇനി ഒരു തെരച്ചിൽ ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു കരുതിയത്. പക്ഷേ അപ്പോഴും കുടുംബം വലിയ തോതിൽ ഇടപെടൽ നടത്തി.
KC വേണുഗോപാൽ അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ നിർദ്ദേശം നൽകി തെരച്ചിൽ തുടരണമെന്ന്. അർജുനെ കാത്ത് ഒരുപാട് പേർ ഇത്തരത്തിൽ കാത്തിരുന്ന തെരച്ചിൽ തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് 1 കോടി രൂപയോളം ചെലവഴിച്ച് കർണാടക സർക്കാർ ഇത്തരത്തിൽ ഡ്രഡ്ജർ, അത് നമ്മൾ കണ്ടതാണ് എത്ര ദുഷ്കരമായാണ് പ്രവൃത്തിയായിരുന്നു അതെന്ന്. കാരണം ഗോവയിൽ നിന്നും കടൽ മാർഗം ഇത്തരത്തിൽ ഡ്രഡ്ജർ ഇവിടെ എത്താൻ 38 മണിക്കൂർ എടുത്താണ് ആ ഡ്രഡ്ജർ ഇവിടെ എത്തിയത്. അത്രത്തോളം കടലും അഴിമുഖവും ഒക്കെ താണ്ടി ഗംഗാവലി പുഴയിലെത്തി തെരച്ചിൽ തുടർന്നു. പിന്നീട് റെഡ് അലർട്ട് ആയിരുന്നു ഈ സമയങ്ങളിൽ. ആ ഘട്ടങ്ങളിൽ പോലും പ്രതീക്ഷ അവസാനം വരെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായ തെരച്ചിൽ നിർത്താൻ ഒരു ഘട്ടത്തിൽ വേളയിൽ തീരുമാനിച്ച സാഹചര്യത്തിൽ സമയമായിരുന്നു. ആ സമയത്തായിരുന്നു ഇത്തരത്തിൽ ലോറി ട്രക്ക് കണ്ടെത്തുന്നതും പിന്നീട് ആ ട്രക്കിൽ നിന്ന് അർജുനെ കണ്ടെത്തുന്നതും. ഏതായാലും കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര, ഇപ്പോൾ ഉള്ള ഈ യാത്ര, അർജുന്റെ മടക്ക യാത്ര, അതിന്റെ മുഴുവൻ ചിലവും കർണാടക സർക്കാരാണ് വഹിക്കുന്നത്. ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിച്ച്, അത്യാധുനിക സംവിധാനമുള്ള ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിച്ചാണ് ഈ യാത്ര. എന്നാലും ആ യാത്ര ഇപ്പോൾ കാർവാർ പിന്നിട്ട് ഇനി അങ്കോള പിന്നിട്ട് ഇപ്പോൾ അല്പസമയത്തിനകം ഷിരൂർ, നമ്മുടെ ഗംഗാവലി പുഴ മണ്ണിടിച്ചിലുണ്ടായ വലിയ ദുരന്തമുണ്ടായ 9 പേർ മരിക്കുകയും ഇനി 2 പേരെ കണ്ടെത്താനുമുള്ള ആ വലിയ ദുരന്തമുണ്ടായ ആ സ്ഥലത്തു കൂടി ഇനി കടന്നുപോകും. എന്തായാലും ആ അർജുന്റെ പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ, കളിപ്പാട്ടം ഉൾപ്പെടെയുള്ള ലഭിച്ച വസ്തുക്കളൊക്കെ ആംബുലൻസിലുണ്ട്. പാത്രങ്ങൾ, ഒപ്പം മൊബൈൽ ഫോൺ, ഇത്തരം വസ്തുക്കളൊക്കെ, പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ അതും കണ്ണാടിക്കലിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ആംബുലൻസിൽ. അർജുനെ ഈ ലോറി അത്തരത്തിൽ സുരക്ഷിതമായി തിരിച്ചേൽപ്പിച്ച ആ വസ്തുക്കളൊക്കെ കൊണ്ടുപോവുകയാണ്. ഏതായാലും അർജുന്റെ വീട്ടുകാർ അത് ഓർമ്മയായി സൂക്ഷിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ആംബുലൻസ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ പോവുകയാണ്. നമ്മളും അതിന് തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. ബൈജു, 72ാം ദിവസം അർജുനെ കുറിച്ചുള്ള ആ തെരച്ചിലിന് വിരാമമാകുമ്പോൾ, അർജുന്റെ ഭൗതികാവശിഷ്ടം കിട്ടുമ്പോൾ, ആ പ്രതീക്ഷയോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന അർജുന്റെ ബന്ധുക്കൾ, തിരികെ എത്തുന്നവർ, അർജുന്റെ ആ ഉറ്റ ബന്ധുക്കൾ കൂടി അർജുനൊപ്പം തിരികെ എത്തുമ്പോൾ അവർ കടന്നുപോയിട്ടുള്ള ആ ഒരു വിഷമങ്ങളും ആ വേദനയും ആ പരീക്ഷണങ്ങളും എല്ലാം കൂടി ഇതിനൊപ്പം എടുത്തു പറയണം. ഈ നേരത്തെ ബൈജു പറഞ്ഞതുപോലെ തന്നെ എത്രയോ തടസ്സങ്ങൾ ഉണ്ടായിട്ടും പലതവണ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ പലപ്പോഴും കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അങ്ങനെയല്ല, അർജുൻ ഇല്ലാതെ മടങ്ങുകയില്ല എന്ന് ഉറച്ചു നിന്ന ആ കുടുംബമുണ്ട്. ആ കുടുംബം കൂടിയാണ് ഗംഗാവലിപ്പുഴയ്ക്ക് അരികിൽ കൂടി ഷിരൂരിൽ നിന്ന് കണ്ണാടിക്കലിലേക്ക് മടങ്ങുന്നത്. അവരും അർജുന്റെ ലോറി അർജുനെ കണ്ടെത്തിയ ശേഷം ഈ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം അവർ ഷിരൂരിൽ തങ്ങിയിട്ടുണ്ടാവുക എത്രത്തോളം വേദന നിർഭരമായിട്ടുള്ള ഒരു സമയങ്ങളിലൂടെ ആയിരിക്കും. എങ്ങനെയായിരുന്നു ഭൗതികാവശിഷ്ടം ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ പ്രതികരണം? തീർച്ചയായും അത് തന്നെയാണ് ഈ കാഴ്ചകൾ ഹൃദയഭേദകം എന്ന് പറയേണ്ടി വരും. വലിയ സങ്കടത്തോടു കൂടിയുള്ള ഓരോ കാഴ്ചകളും കെ വി ബൈജു അവിടെ നിന്ന് ഷിരൂരിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു. അർജുന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഭൗതികാവശിഷ്ടങ്ങൾ, മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ന്യൂസ് 18 സംഘം ആംബുലൻസിനെ അനുഗമിക്കുകയാണ്. ആംബുലൻസിനകത്ത് അർജുൻ മാത്രമാണുള്ളത്. ആ ആംബുലൻസ് കടന്നു പോകുന്നത്, നേരത്തെ കെ വി ബൈജു പറഞ്ഞതുപോലെ, ആ ഗംഗാവലിപ്പുഴയിൽ ഈ കഴിഞ്ഞ 72 ദിവസങ്ങൾ എവിടെയാണോ അർജുനായി തെരച്ചിൽ നടന്നത്, എവിടെയാണോ ഇപ്പോഴും അർജുന്റെ പ്രിയപ്പെട്ട ലോറി താറുമാറായി കിടക്കുന്ന ആ തീരം വിട്ടുകൊണ്ട് അതേ തീരത്തിന്റെ വഴികളിലൂടെ ആ ആംബുലൻസും അതിനെ അനുഗമിക്കുന്ന വാഹനങ്ങളും വരുന്നത് അർജുന്റെ സ്വന്തം നാട്ടിലേക്ക് കൂടിയാണ്. ന്യൂസ് 18 സംഘം വീട്ടിൽ അർജുൻ തിരികെ എത്തുന്നത് വരെ സംഘത്തിന് തൊട്ടുപിറകെ ഉണ്ടാകും. ആ വഴികളിലൂടെ, അങ്കോളയിലൂടെ കടന്ന് ആംബുലൻസ് കേരളത്തിലെത്തുമ്പോൾ, കണ്ണാടിക്കലിലെത്തുമ്പോഴെല്ലാം ആ സമയത്തെല്ലാം ന്യൂസ് 18 സംഘം ഉണ്ടാകും. മലയാളികൾ എത്രയോ 72 ദിവസത്തോളം ഒരാൾക്ക് വേണ്ടി മലയാളികൾ കാത്തിരുന്നു. എവിടെയാണ് അർജുൻ എന്ന് സ്വന്തം കുടുംബാംഗത്തെ അന്വേഷിക്കുന്നത് പോലെ മലയാളികൾ അന്വേഷിച്ചു. നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എങ്ങനെയാണ് ജനങ്ങൾ അവസാനമായി അർജുനെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുക എന്നുള്ളത് കൂടി വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയായിരിക്കും. അവിടെ നിന്ന് ഭവ്യയും നമുക്കൊപ്പം ചേരുന്നു. ഭവ്യ, നാളെ രാവിലെയോടുകൂടി അർജുൻ
തിരികെ വീട്ടിലെത്തും. പക്ഷേ അത് ഒരിക്കലും വീട്ടുകാർ ആഗ്രഹിച്ചതുപോലെ, നാട്ടുകാർ പ്രതീക്ഷിച്ചതുപോലെയല്ല. ജീവൻ ഒറ്റ ശരീരമായി അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ നിർഭാഗ്യവശാൽ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അർജുൻ തിരികെ എത്തുമ്പോൾ നെഞ്ച് പിടയുന്ന വേദനയോടുകൂടിയായിരിക്കും നാട് അർജുൻ്റെ വീട്ടിലേക്ക് ഒഴുകുക. അവിടെ നിന്ന് ഇപ്പോൾ കാണുന്ന ചിത്രം എന്താണ് ഭവ്യ? അപർണ, ഈ പറഞ്ഞതുപോലെ തന്നെ അർജുൻ്റെ ചേതനയറ്റ ശരീരം സ്വീകരിക്കാൻ എനിക്ക് പുറകിൽ കാണുന്നത് അർജുൻ്റെ വീടാണ്. അർജുൻ്റെ വീട് മാത്രമല്ല, ഈ നാട് മുഴുവൻ അർജുനായി കാത്തിരിക്കുകയാണ്. അർജുൻ അവസാനമായി നാട്ടിലേക്ക് എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഈ നാട് മുഴുവൻ. അത്രമാത്രം ആളുകളുണ്ട്. ആളുകളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അത്രമാത്രം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇത്രയും നാൾ കഴിഞ്ഞ 72 ദിവസം അർജുൻ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ഈ നാട്ടുകാർക്ക് മുഴുവൻ. അവൻ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളൊരു അത്ഭുതവും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുന്ന പ്രതീക്ഷയിൽ ഈ നാട്ടുകാർക്ക് പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇല്ലാതായത്. അർജുൻ ആഗ്രഹിച്ചു പണിത അർജുൻ്റെ വീട്ടിലേക്ക് അർജുൻ അവസാനമായി എത്തുന്നത് നാളെ രാവിലെ 8 മണിയോടുകൂടിയാണ്. കൃത്യം 8 മണിയോടുകൂടി അർജുൻ വീട്ടിലെത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. കണ്ണാടിക്കലിൽ നിന്നും, അതായത് അർജുൻ്റെ ഗ്രാമമായ കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്ര ആരംഭിക്കും. ആ വിലാപയാത്ര കൃത്യം 7 അല്ലെങ്കിൽ 7 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വിലാപയാത്രയോടുകൂടിയാണ് അർജുൻ്റെ മൃതദേഹം ആംബുലൻസിൽ വീട്ടിലേക്ക് എത്തുക. കണ്ണാടിക്കലിന് മുൻപുള്ള സ്ഥലമാണ് പൂളാടിക്കുന്ന് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ ലോറി ഡ്രൈവർമാർ അർജുൻ്റെ വിലാപയാത്രയെ അനുഗമിക്കും. അർജുന് ജീവനായിരുന്നു ലോറി, നമുക്കറിയാം. അങ്ങനെ ഒരുപാട് കേട്ടതാണ് അർജുൻ്റെ ഡ്രൈവിംഗ് താല്പര്യത്തെയൊക്കെ കുറിച്ച്. അപ്പോൾ അർജുൻ്റെ സഹപ്രവർത്തകരായ മറ്റ് ലോറി ഡ്രൈവർമാരെല്ലാവരും ആ വിലാപയാത്രയെ പൂളാടിക്കുന്ന ജംഗ്ഷനിൽ വെച്ച് അനുഗമിക്കും. പിന്നെ ഈ നാട് മുഴുവൻ നാളെ അർജുനൊപ്പം ഉണ്ടാകും സമയം. ഭവ്യ വിവരങ്ങൾ നൽകുന്നത് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിന് മുന്നിൽ നിന്നാണ്. നാളെ രാവിലെ അർജുൻ്റെ ഭൗതികദേഹം ആ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നാട്ടുകാരും ബന്ധുക്കളും അർജുൻ്റെ സുഹൃത്തുക്കളും അടക്കമുള്ളവർ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തത്സമയ സംരക്ഷണമാണ് കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.